ഇതിൽ ഇരയാവുന്നത് ആദ്യം ആ ബിസിനസ്സുകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇൻകം ടാക്സ് ഒന്നും GST എന്നൊക്കെ നോട്ടീസ് വരാൻ ചാൻസ് ഉണ്ട്. എമൗണ്ട് ഗവൺമെന്റിലേക്ക് എത്താതെ അയാൾ ചതിക്കപ്പെടുകയാണ്. നമസ്കാരം. വളരെ വിവാദപരമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ഹോട്ടലിൽ ഒരു റെയ്ഡ് നടന്നു. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് CGST ഡിപ്പാർട്ട്മെൻറ്റാണ് റെയ്ഡ് നടത്തിയത്. റെയ്ഡ് നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയ ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് അവരുടെ ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് വാങ്ങാറുണ്ട്, ഒപ്പം തന്നെ ഗൂഗിൾ പേ ഉപയോഗിച്ച് UPI പേയ്മെൻറ്റുകൾ നടത്താറുണ്ട്. പക്ഷേ ഇവർ UPI പേയ്മെൻറ്റ് നടത്തുന്നത് അവരെ സ്റ്റാഫിൻ്റെ അക്കൗണ്ടാണ്. പക്ഷേ ഒരു സ്റ്റാഫിൻ്റെ അക്കൗണ്ടല്ല, ഒന്നിലധികം ആൾക്കാരുടെ ഗൂഗിൾ പേയുടെ ലിസ്റ്റ്, അതായത് അവരുടെ QR കോഡ് പ്രിൻ്റ് എടുത്ത് വെച്ച് അവർ കീപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഏത് കസ്റ്റമർ വന്ന് ഫുഡ് കഴിച്ച് പുറത്തേക്ക് പോകുമ്പോഴും സ്കാൻ ചെയ്യുന്നത് ഈ സ്റ്റാഫിൻ്റെ QR കോഡിലേക്ക് ആയിരിക്കും. അപ്പം ഒരു തവണ Aയുടെ അക്കൗണ്ട് ആണെങ്കിൽ രണ്ടാമത് തവണ B അല്ലെങ്കിൽ മൂന്നാമത് C, ഇങ്ങനെ പല ആൾക്കാരുടെ അക്കൗണ്ടിലേക്കാണ് ഇവർ സ്കാൻ ചെയ്ത് പോകുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇവിടെ നമ്മൾ സാധാരണക്കാർ പോലും നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എമൗണ്ടിൻ്റെ പുറമേ നമ്മൾ GST കൂടി അടയ്ക്കുന്നുണ്ട്. ഈ നമ്മളെ കയ്യിൽ നിന്ന് GST വാങ്ങിയിട്ട് ഇവരതെന്ത് ചെയ്യുന്നില്ല, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നില്ല, പകരം അവർ ടാക്സ് വെട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഈ സ്റ്റാഫ് പൂർണ്ണമായും എല്ലാ തുകയും എംപ്ലോയർക്ക് കൊടുക്കണമെന്നില്ല. കാരണം അതിന് ചിലപ്പോൾ മാൽ പ്രാക്ടീസ് നടക്കാം. ഇപ്പം 1 ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ 80,000 രൂപ 60,000 രൂപയേ ഉള്ളൂ എങ്കിൽ അത്രയായിരിക്കും കൊടുക്കുക. അപ്പോൾ ബാക്കി എമൗണ്ടിൽ വല്ല തട്ടിപ്പുകൾ നടക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൽ ആ എംപ്ലോയി ഒരു ഇരയാവുകയാണ് ചെയ്യുന്നത്. അയാളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും എമൗണ്ട് വരുന്ന സമയത്ത്, വലിയ എമൗണ്ടാണ് വരുന്നതെങ്കിൽ അയാൾക്ക് GST നിന്നും ഇൻകം ടാക്സിലും ഫ്യൂച്ചറിലെ നോട്ടീസ് വരും, എന്തിനാണ് ഇത്രയും എമൗണ്ട് വന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം രണ്ടു പേർക്കും ഇതിൽ പണി കിട്ടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് GSTയുടെ സെക്ഷൻ 74 എന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരമാണ് ഇതിൻ്റെ പെനാൽറ്റി വരിക. അതായത് 100% എമൗണ്ടും പെനാൽറ്റി ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരികയും ചെയ്യും. GSTയുടെ നിയമപ്രകാരം, അതായത് ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ മാനുഫാക്ചറോ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽസോ അല്ലെങ്കിൽ ബിസിനസ്സുകാരോ ആയിക്കോട്ടെ, നിങ്ങൾ പണമിടപാട് നടത്തിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും GST അടച്ചേ പറ്റൂ എന്ന്. അപ്പോൾ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ എമൗണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരണം എന്നില്ല. നിങ്ങൾ അവിടെ സെയിൽ നടത്തിയോ GST അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 35 പ്രകാരം നിങ്ങൾ കുറേ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അടച്ച ടാക്സ്, നിങ്ങൾ സ്റ്റോക്ക് രജിസ്റ്റർ, നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്ത ടാക്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ റെക്കോർഡിക്കലി ആക്കുകയില്ല. അതുമാത്രമല്ല, GST ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് വരുമ്പോൾ അവർക്കൊരു വ്യക്തമായ രേഖ തന്നെയാണ് കിട്ടുന്നത്. ഇത്രയും സ്റ്റാഫിൻ്റെ ഗൂഗിൾ പേയുടെ ഡീറ്റെയിൽസ് എന്തിനാണ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്? നിങ്ങൾ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് സെക്ഷൻ 74, അതായത് വിൽഫുള്ളി നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റായതുകൊണ്ട് തന്നെയാണ് സെക്ഷൻ 74 തന്നെ അപ്ലിക്കബിൾ ആയി വരുന്നത്. ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ ഇരയാവുന്നത് ആദ്യം ആ ബിസിനസ്സുകാരൻ തന്നെയാണ്. അദ്ദേഹം ഇത് പിടിക്കപ്പെട്ടാൽ 74 പ്രകാരം ടാക്സും അടയ്ക്കണം, അതിൻ്റെ പെനാൽറ്റി 100% അടയ്ക്കണം, ഇതിന് പുറമെ ഇൻട്രസ്റ്റും അടയ്ക്കണം. ഇതുപോലെ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പം എംപ്ലോയി അയാളെ ചതിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ എമൗണ്ട് കിട്ടത്തുമില്ല. ഇനി രണ്ടാമത്തെ ആൾ എംപ്ലോയിയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അക്കൗണ്ടിൽ അൺനെസസറി ആയിട്ട് തന്നെ ഒരു വലിയ എമൗണ്ട് ക്രെഡിറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇൻകം ടാക്സ് ഒന്നും GST എന്നൊക്കെ നോട്ടീസ് വരാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ ആൾ സാധാരണ കസ്റ്റമർ തന്നെ. ആ കസ്റ്റമർ GST ആയിട്ട് അടയ്ക്കുന്ന തുക, അതായത് പ്രൊഡക്റ്റിൻ്റെ വിലയിന് കൂടെ എക്സ്ട്രാ GST ആയിട്ട് കൂടി ആ ബിസിനസ്സുകാരൻ അടയ്ക്കുകയാണ്. ആ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് എത്താതെ അയാൾ ചതിക്കപ്പെടുകയാണ്. നാലാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട നികുതി അത് ഗവൺമെൻറ്റിന് കിട്ടുന്നില്ല. കാരണം അവിടെ ഒരു ടാക്സ് വെട്ടിപ്പ് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും നിങ്ങളും പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ.